എല്ലാവർക്കും വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കൃഷിയുടെ കുറച്ച് ടിപ്സും അതുകൂടാതെ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന 5 ബെസ്റ്റ് ഫുഡിനെ കുറിച്ചെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇത് ഗാന്ധി ജയന്തിയുടെ അന്നെടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നേ. മക്കൾ തലേദിവസം ക്ലാസ് ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ രാവിലെ മറന്നുപോയി. കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓർത്തിരുന്ന് ക്ലാസ് ഇല്ലല്ലോ എന്ന് കേട്ടോ. എന്നാലും എഴുന്നേറ്റതല്ലേന്ന് വിചാരിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ചിയാ സീഡ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിരുന്ന് കുടിക്കുകയാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിലാണ് ചിയാ സീഡ് കഴിക്കുന്നത്. വണ്ണം വെക്കണം എന്നുള്ളവർക്ക് രാവിലെ എന്തെങ്കിലും ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പാലിനകത്ത് ഇത് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചാൽ വണ്ണം വെക്കും കേട്ടോ. അങ്ങനെ വെയിറ്റ് കൂടണ്ടെന്നുള്ളവർക്ക് ഇതേപോലെ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മതി. ഒരു സ്പൂണിൻ്റെ ഒക്കെ എടുത്ത് കുതിർത്തിട്ട് കഴിച്ചാൽ മതി. ചിയാ സീഡിന് അധികം വിലയൊന്നുമില്ല കേട്ടോ. ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടുക. പിന്നെ വന്നിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയൊക്കെ അടർത്തിയെടുത്ത് പാത്രത്തിലാക്കി പിന്നെ രണ്ടാമത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ബാക്കിയുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നിട്ട് മുറ്റത്തൂടെയൊക്കെ ഒന്ന് വെറുതെ നടന്നു. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് പോയി കേട്ടോ. നട്ടതൊക്കെ മുളച്ചോ നോക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. ഇനി വല്ലതും പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്ന് രാവിലെ ഇപ്പോൾ ഇതിങ്ങനെ നടന്ന് നോക്കലുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു വർക്കൗട്ടും ആവും. പക്ഷേ കുറച്ച് നേരത്തെ എഴുന്നേറ്റല്ല കേട്ടോ ഇതിനൊക്കെ ടൈം കിട്ടുള്ളൂ. അങ്ങനെ തിരിച്ച് വന്നത്തേക്കും ഇഡ്ഡലിയൊക്കെ വെന്ത് റെഡിയായി. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സാമ്പാറാണ് കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വേവിക്കുകയാണ്. പെട്ടെന്ന് വേകുന്ന ഒരു പരിപ്പാണല്ലോ. സാമ്പാറിൻ്റെ ആ ഒരു കഷ്ണങ്ങളുടെ കൂടെ തന്നെ ആയിട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തിട്ടില്ലായിരുന്നു. ഞാൻ അരി ഇട്ടിട്ടില്ല. വെള്ളം അങ്ങ് വാങ്ങി വെച്ചു. കാരണം ഇപ്പം ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അതുകൊണ്ട് രാവിലെ ചോറിൻ്റെ ആവശ്യമില്ല. ചൂടാകാൻ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ ഇത് തലേദിവസം അടുപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും കിച്ചണൊക്കെ ഇത്ര നീറ്റായിരിക്കുന്നു കേട്ടോ. ഒരു 2-3 കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ തീ കത്തിക്കുന്ന അടുപ്പൊക്കെ ആകെ കരി പിടിച്ച് കോലമായി പോകും കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുന്നതാണ്. പിന്നെ അടുപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുകയൊന്നുമില്ല കേട്ടോ. ഇതേപോലൊരു തുണി നനച്ചിട്ട് 2-3 വട്ടമായിട്ട് തുടച്ചെടുക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ആ സോപ്പിൻ്റെ പാടൊക്കെ അങ്ങ് പോവുക. ഇതേപോലെ വെള്ളം പിഴിഞ്ഞ് അങ്ങ് തുടയ്ക്കുന്നതാണ്. ഇല്ലെങ്കിൽ മൊത്തം ഈ അടുപ്പിൻ്റെ അവിടെ 2-3 കത്തിയിൽ കഴിയുമ്പോഴത്തേക്കും നിറച്ചും കരിയായിരിക്കും കേട്ടോ. നമ്മൾ പാത്രമെല്ലാം വാങ്ങി വെക്കുന്നതിൻ്റെ എല്ലാം ആയിട്ട്. പിന്നെ തലേന്ന് തന്നെ വിറകെല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമായിരിക്കും രാവിലെ കത്തിക്കാനൊക്കെ ആയിട്ട്. അടുപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തലേന്ന് വിറകെല്ലാം വെട്ടിയെടുത്ത് വെക്കുന്നതാണ്. അപ്പം നമ്മുടെ ആ ഒരു റബ്ബർ മുറിച്ചപ്പോൾ അത്യാവശ്യം ഒരുപാട് വിറകുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകത്തുള്ളൂ. ഉണങ്ങും തോറും അത് പൊടിയായി പോകും കേട്ടോ. അതുകൊണ്ട് ഒരുവിധം എല്ലാം കത്തിച്ച് തീർക്കുന്നതാണ്. അപ്പോൾ ഇത് തലേന്ന് അടുപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ആക്കി വെച്ചതാണ് കേട്ടോ. പുതിയ സബ്ബൊക്കെ ഉണ്ടല്ലോ. അപ്പം പഴയ ആൾക്കാർക്ക് അറിയാം, പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. അവർ വിചാരിക്കും അടുപ്പൊക്കെ ഇങ്ങനെ നല്ല നീറ്റായിരിക്കുമെന്ന്. പിന്നെ അത് ഇന്നത്തെ വീഡിയോ ആണ്. പിന്നെ രാവിലെ തന്നെ മുറ്റമൊക്കെ തൂക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ക്ലാസ്സുള്ള ദിവസം കുറച്ച് താമസിച്ച് എഴുന്നേൽക്കുന്നത്. ക്ലാസ്സില്ലാത്ത ദിവസം അങ്ങ് നേരത്തെ എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തേരാപ്പാര നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നാടൻ കോഴിയുടെ മുട്ട നമുക്ക് പുഴുങ്ങാതെയൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ഏത്തപ്പഴം, മറ്റുള്ള പഴങ്ങളല്ല ഏത്തപ്പഴമാണ് കേട്ടോ ഏറ്റവും നല്ല രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട്. പിന്നെ നട്ട്സ് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അതുപോലെ തന്നെ പശുവിൻ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള നെയ്യ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഇതുപോലെ പാടെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ്. പിന്നെ ഉലുവ കുതിർത്തത്, പിന്നെ ചിയാ സീഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5-6 ഫുഡ് ഐറ്റംസാണ് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. നല്ലൊരു ഹെൽത്ത് വേണമെന്നുള്ളവർക്കൊക്കെ രാവിലെ ഇത് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം കഴിക്കണമെന്നില്ല. ഓരോ ദിവസം അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി, കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ആരും കഴിക്കുന്നില്ല. അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ രാവിലെ മക്കളുടെ കയ്യാങ്കളിയുണ്ട്. അപ്പോൾ ഞാനധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ അറിയാത്ത പോലെ ഇന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കൂടുതൽ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ഒന്നും കൂടെ വഷളാവത്തുള്ളൂ. സ്കൂളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ, അതിന് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഇടുകയാണ്. അപ്പോൾ ആദ്യം വെള്ളം വെച്ചിട്ട് അത് വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ സാമ്പാർ അങ്ങനെ അടുപ്പയിലോട്ട് വെച്ചു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ അരി ഇടുന്നത്. ഉച്ചക്കത്തേക്കൊക്കെ മതിയല്ലോ ചോറ്. അപ്പോൾ ഇപ്പോൾ ഇട്ടാലും നേരത്തെ തന്നെ വെന്തിരിക്കുക. മൺകലം ആയതുകൊണ്ട് നമുക്ക് തെർമൽ കുക്കറിലൊന്നും ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോറ് കുറച്ച് നേരത്തെ വെച്ചാലും തണുത്ത് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ചാൽ തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടൊക്കെ അപ്പോൾ അതുപോലെ തൂത്തിടുകയാണ്.
രാവിലത്തെ ഒരുവിധം എല്ലാ പണികളും തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തലേന്നത്തെ ബീഫ് കറിയാണ്, അതൊന്ന് ചൂടാക്കി വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം ജിനു റിജി കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാന്താരിക്ക് എന്താ വളം ചെയ്യുന്നത്, കാന്താരി നിറച്ചും കായ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു നട്ടിട്ട് 2-2.5 വർഷമായ കാന്താരിയാണ് കേട്ടോ. ഈ ഒരു കാന്താരി പെട്ടെന്ന് അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത് കോഴിക്കാഷ്ടമാണ് കേട്ടോ. നമ്മൾ കോഴിക്കൂട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ട് വരരുത്, കുറച്ചൊന്ന് പഴകിയ കോഴിക്കാഷ്ടം എടുക്കുക. എന്നിട്ട് കാന്താരിയുടെ ചുവടൊക്കെ ഇതേപോലെ ഒന്ന് ചപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കോഴിക്കാഷ്ടം അതിൻ്റെ തണ്ട തട്ടാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റും വട്ടത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഇടല്, കാരണം കോഴിക്കാഷ്ടം ചൂടാണ്, അതിൻ്റെ തണ്ടയിലും മുട്ടരുത് കേട്ടോ. ചുവട്ടിൽ മുട്ടാത്ത രീതി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് മണ്ണൊന്ന് കൊത്തിക്കളച്ച് ഇട്ട് കൊടുക്കുക ആ ഒരു കോഴിക്കാഷ്ടത്തിൻ്റെ മുകളിൽ. പിന്നെ കുറച്ച് ചപ്പും നിരത്തി കൊടുക്കുക കേട്ടോ ചുറ്റും. നമ്മൾ ആ വളമിട്ടതിൻ്റെ ചുറ്റും ഇച്ചിരി കട്ടിയിൽ തന്നെ ഉണങ്ങിയ കരികയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിരത്തി കൊടുത്താൽ മതി. പിന്നെ തലേ ദിവസത്തെ കഞ്ഞോളമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക കേട്ടോ. നമ്മൾ കോഴിക്കാഷ്ടം ഇട്ട ശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കാന്താരി ഉണങ്ങിപ്പോവേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാന്താരി നിറച്ചും കായ്ക്കുകയും ചെയ്യും. എല്ലാ ടൈമിലും അതിൽ കായ ഉണ്ടാവും കേട്ടോ. വേനൽക്കാലം എന്നില്ല മഴക്കാലം ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും നിറച്ചും കായ ഉണ്ടാവുക. ഇനിയിപ്പം കുറച്ച് വെണ്ട വിത്തും പയറെല്ലാം ഞാൻ കുതിർത്തിട്ട് കിളിർപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുഴിച്ചിടുകയാണ്. അപ്പോൾ ഇതൊക്കെ തലേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് ഞാൻ നടുന്ന സമയത്ത് എടുത്ത് വെച്ചതാണ്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തൊക്കെ നടുന്ന സമയത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി JCBക്ക് ഒന്ന് ഇളക്കിയിട്ട മണ്ണാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് കിളച്ച് ഇളക്കുന്നുണ്ട്. എത്ര ഇളക്കിയാലും അതിനകത്ത് വേരുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അത്യാവശ്യം വലിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറക്കി മാറ്റിയിട്ടോ. പിന്നെ ഏകദേശം ഒരു കുറച്ചൊരു അകലിട്ടിട്ട് നമ്മുടെ പയർ വിത്തെല്ലാം ഇതേപോലെ ഒരു കുഴി ഒഴിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. വിത്തിനോളം ആഴം മതി എന്നാണ് കേട്ടോ പറയുന്നത്. ആ ഒരു വിത്തിൻ്റെ കണക്കിന് ആഴം മതി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ ഇടുന്നത്, ഏകദേശം ഒരു കണക്കിന് അങ്ങ് കുഴിച്ചിടുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടക്കുരു കുഴിച്ചിടാനായിട്ട് കുറച്ച് മണ്ണൊന്ന് കിളച്ചൊരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ വെറുതെ ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷമാണ് ഒരു അകലിട്ടിട്ട് ഇങ്ങനെ നിരത്തിയിടും. പിന്നെയാണ് ഞാൻ അതിൻ്റെ മുകളിലോട്ട് മണ്ണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെണ്ടയൊക്കെ മുളച്ച് കിട്ടും. ഇനി നമ്മൾ നട്ടിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ വളം ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ട്. ആദ്യം നട്ട സമയത്ത് നമ്മൾ സൂപ്പർ മീൽ അടിവളമായിട്ട് കൊടുത്തായിരുന്നു, അതിനുശേഷം പുതിയ ഇലകളൊക്കെ വന്നു. ഇനി ഇപ്പോൾ കൊടുക്കാൻ പോണത് കൂട്ടുവളമാണ് കേട്ടോ. ഇതേപോലെ ഏകദേശം ഒരു ചിരട്ട വളം എടുത്തിട്ടുണ്ട്, എന്നിട്ട് വട്ടത്തിൽ തടമെടുത്ത് അതിൻ്റെ ചുവട്ടിൽ മുട്ടാത്ത രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ നമ്മളിങ്ങനെ വല്ലപ്പോഴും കൂട്ടുവളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വളം പച്ചക്കറികൾക്ക് ഇടുന്നില്ല കേട്ടോ. പച്ചക്കറികൾക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് കായ്ച്ചു കിട്ടാനായിട്ട് 3 വർഷം എടുക്കും. അപ്പോൾ നല്ല ഗ്രോത്തിൽ വളരണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ കൂട്ടുവളം ഇട്ട് കൊടുക്കണം.